പെരുന്നാളിനെല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിനകത്തേക്ക് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില, പുതിനയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയെടുത്തത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ബിരിയാണി മസാലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു 4-5 വിസിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു 3 വിസിലിട്ടിട്ട് ഇതും വേവിച്ചെടുക്കാം. ഉള്ളിയെല്ലാം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളത്തോടെ കൂടി തന്നെ ചേർത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്തോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചതുക്കി എടുത്തിട്ടുള്ള കുരുമുളക്, പിന്നെ അതുപോലെ മല്ലിയില, പുതിനയില, കറിവേപ്പില, ഒരു 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 ഗ്ലാസ് വെള്ളമാണ്. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയെടുത്തതും, ഒരു 2.5 ടീസ്പൂൺ നെയ്യും, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പച്ചമുളക് ചതുക്കിയെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് ആണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. 6 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കാം. അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ബീഫ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചെറിയൊരു വായല വെച്ച് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, ബിരിയാണി മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേളിലായിട്ട് ചോറ് വെച്ച് കൊടുക്കാം. നമ്മൾ വായല വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്യരുത് കേട്ടോ. ഇതുപോലെ ആക്കണം. ഇനി നമ്മൾ ഫ്രൈഡ് ഉള്ളിയും അതുപോലെ തന്നെ നെയ്യും അതുപോലെ കുറച്ച് റോസ് വാട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേളിൽ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ സാധാരണ ദമ്മിടുന്ന പോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഏറ്റവും മേലയിൽ വായല വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വിളമ്പുന്ന സമയത്ത് ഇതുപോലൊക്കെ വിളമ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ചമ്മന്തി, തൈര്, അതുപോലെ അച്ചാർ, പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്